ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PCOS. നേരത്തെ PCOD എന്നും ഇപ്പോൾ PMOSഉം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം. ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം അനോവല്യൂഷൻ, അതായത് മെച്യൂർഡ് ആയിട്ടുള്ള ഓവം അഥവാ അണ്ഡം അണ്ഡാശയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത കണ്ടീഷനെയാണ് PCOS എന്ന് വിളിക്കുന്നത്. PCOS ഉണ്ടാവാനുള്ള മേജർ കാരണം ഹോർമോണിലുണ്ടാകുന്ന വേരിയേഷനാണ്. പലതരത്തിലുള്ള ഹോർമോണിലുണ്ടാകുന്ന വേരിയേഷനും ആണുങ്ങളിൽ കാണപ്പെടുന്ന ആൻഡ്രജൻ്റെ അളവ് കൂടുന്നതുമൊക്കെയാണ് ഇതിനുള്ള കാരണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യൂ. എന്തൊക്കെയാണ് PCOSൻ്റെ സിംറ്റംസ്? ആൻഡ്രജൻ ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നത് കാരണം ആണുങ്ങളെപ്പോലെയുള്ള ഹെയർ ഗ്രോത്തുകൾ കാണപ്പെടുന്നു. താടിയിലും ശരീരഭാഗങ്ങളിലും. അതിനെ പറയുന്ന പേരാണ് ഹിർസൂറ്റിസം. അതേപോലെ ആക്നി, കുരുക്കൾ ഉണ്ടാകുന്നു, ഓയിലി സ്കിന്ന്, ഹെയർ ലോസ്. ഇതൊക്കെയാണ് ഹൈപ്പർ ആൻഡ്രോജനിസം കാരണം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. രണ്ടാമതായിട്ട് ഇറഗുലർ മെൻസസ്, അതായത് അവർക്ക് മാസപ്പടിയായിട്ട് ഉണ്ടാകുന്ന പീരീഡ്സ് ഇറഗുലറായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് തന്നെ രണ്ട് വിധത്തിലാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഒലിഗോമെനോറിയ, ഇൻഫ്രീക്വൻറ്റ് പീരീഡ്സ്. രണ്ടാമതായിട്ട് കോമൺ ആയിട്ടുള്ളത് ഒലിഗോ ഹൈപ്പോമെനോറിയ, ഇൻഫ്രീക്വൻറ്റും അതേപോലെ സ്കാൻഡി, വളരെ കുറച്ച് ബ്ലീഡിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. മൂന്നാമതായി ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം മൾട്ടിപ്ലൈ സ്മോൾ ഫോളിക്കിൾസ്, അഥവാ കുറേയധികം ചെറിയ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷേ അവിടെ മെച്യൂർഡ് ആയിട്ടുള്ള അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫർദർ പ്രോസസ്സിംഗ് നടക്കുന്നില്ല. അത് കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നു. നാലാമതായി അക്കന്തോസിസ് നൈഗ്രിക്കൻസ്, ഒരു ബ്ലാക്ക് വെൽവെറ്റി കളറ് പാച്ചസ് കഴുത്തിന് പുറകിലായിട്ട് കാണുന്നതാണ്. അഞ്ചാമതായി ഡിപ്രഷൻ. പിന്നെ ആറാമതായി ഇൻസുലിൻ റെസിസ്റ്റൻ്റ്. ലോങ് ടേം എഫക്റ്റായിട്ട് പേഷ്യൻറ്റിന് ഡയബറ്റിക് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ ആൻഡ് ഒബിസിറ്റി ഉണ്ടാകുന്നു. പേഷ്യൻ്റെ വെയിറ്റ് ഗ്രാജ്വലി കൂടിക്കൊണ്ടിരിക്കുന്നു. ട്രാൻസ് വജൈനൽ സോണോഗ്രഫിയിൽ എടുത്തിട്ടുള്ള 2 ഇമേജാണ് മുകളിൽ കൊടുത്തത്. ആദ്യത്തേത് നോർമൽ ഓവറിയും രണ്ടാമത്തേത് പോളിസിസ്റ്റിക് ഓവറിയുമാണ്. ആദ്യത്തെ ഇമേജിൽ വ്യക്തമായിട്ട് കാണാം ചെറിയ അണ്ഡത്തോട് കൂടി വലിയ ഒരു അണ്ഡം മെച്യൂർഡ് ആയിട്ടുള്ള ഓവവും കാണാവുന്നതാണ്. രണ്ടാമത്തേതിൽ എല്ലാം തന്നെ ചെറിയ ചെറിയ ഓവം അഥവാ അണ്ഡത്തെയാണ് കാണുന്നത്. ആ കണ്ടീഷനാണ് PCOS എന്ന് പറയുന്നത്. നമുക്ക് ട്രീറ്റ്മെൻറ്റിലോട്ടേക്ക് കിടക്കാം. ആദ്യം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഫിസിക്കൽ എക്സസൈസും അതേപോലെ വെയിറ്റ് കുറയ്ക്കുകയാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. 5-10% നമ്മളുടെ വെയിറ്റ് കുറയുമ്പോൾ തന്നെ ഓവുലേഷൻ നടക്കുകയും ഹോർമോണലിൽ വലിയ തരം വേരിയേഷൻ സംഭവിക്കുകയും മുഖത്തുള്ള കുരുവും അതേപോലെ ഹിർസൂറ്റിസവും എല്ലാം ഡിസപ്പിയർ ചെയ്യുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സിനും അതേപോലെ ഹിർസൂറ്റിസത്തിനും കമ്പൈൻഡ് OC പിൽസാണ് ഡോക്ടർമാർ ശുപാർശ ചെയ്യപ്പെടുന്നത്. അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് മെറ്റ്ഫോമിൻ തെറാപ്പിയും ചെയ്യാവുന്നതാണ്. PCOS കാരണമായി ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിക്ക് ആദ്യമായി പേഷ്യൻ്റ് ലെട്രോസോളയാണ് കൊടുക്കുന്നത്. അത് പേഷ്യൻറ്റിൽ ഫെയിലർ ആയിട്ടാണെങ്കിൽ നെക്സ്റ്റ് ക്ലോമിഫിനും ഫെയിലർ ആണെങ്കിൽ ഗോണോട്രോപ്പിൻ തെറാപ്പിയാണ് ചെയ്യുന്നത്. ഇത് വളരെയധികം സക്സസ് റേറ്റ് കൂടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. ഇതിലൂടെ ട്വിൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിരുന്നാലും വളരെയധികം സക്സസ് റേറ്റ് കൂടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.